ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂക്കായുടെ അടുത്ത ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. കളങ്കാവൽ എന്നാണ് ചിത്രത്തിന്റെ പേര്. അപ്പോൾ ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യൻ ഇത് എന്ത് ഭാവിച്ച 73-കാരന്റെ ആറാട്ടം എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ പോസ്റ്റർ നോക്കിയേ, എന്താ ലുക്ക്! ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഈ ചിത്രത്തില് മമ്മൂക്കയും വിനായകനുമാണ് പ്രധാന റോളുകളിൽ എത്തുന്നത്. അറിഞ്ഞെടുത്തോളം മമ്മൂക്ക ഈ സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത്. വിനായകനാണ് നായക വേഷത്തിൽ എത്തുന്നതെന്നും അറിയുന്നു. അപ്പോൾ കൃത്യമായിട്ടും ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണും. കാര്യം ഇങ്ങനെ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ നമ്മുടെ മെഗാസ്റ്റാർ വില്ലൻ വേഷത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടന്റിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് അതിലേറെ ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ടീസറും ട്രെയിലറൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്ന ജിതിൻ കെ ജോസ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെയും രചന നിർവഹിച്ചിരിക്കുന്നത് ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ്. മമ്മൂട്ടി കമ്പനി പുറത്തിറക്കുന്ന 7ാമത്തെ ചിത്രമാണ് കളങ്കാവൽ. റൊഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ്, അതുപോലെ കാതൽ, ടർബോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വരുന്ന ചിത്രമാണ് കളങ്കാവൽ. ഈ ചിത്രത്തിന്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് ഫൈസൽ അലിയാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് കിഷ്കിന്ദ കാണ്ഡം, അതുപോലെ രേഖാചിത്രം എന്നീ ചിത്രങ്ങളുടെ സംഗീത നിർവഹണം നടത്തിയ മുജീബ് നജീബാണ് ഈ ചിത്രത്തിന്റെയും സംഗീതം നിർവഹിക്കുന്നത്. ഈ കളങ്കാവൽ എന്ന പേര് സാധാരണ ഈ തെക്കൻ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലെ ആരാധന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് കളങ്കാവൽ. പക്ഷെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ആ പേരിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ സിനിമ പോകുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ നമ്മുടെ വിനായകൻ ഒരു ജയിലറുടെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോ ഓക്കെ, എന്തായിരുന്നാലും കൂടുതൽ വിശേഷങ്ങളും നമ്മുടെ മെഗാസ്റ്റാറിന്റെ പുതിയ ചിത്രത്തിന്റെ നല്ല നല്ല അപ്ഡേറ്റുകളും വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.